Magic morning to all. താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ ഒരു കാര്യം പറയാൻ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ മെഡിറ്റേഷൻ സമയത്ത് എല്ലാവരുടെ മൈക്കും മ്യൂട്ടാണെന്ന് അവരവർ ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ഇന്നലെ പറയാൻ പറഞ്ഞത് എനിക്ക് സ്കൂട്ടർ എടുത്ത് പോകാൻ മതി. നേരത്തെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻറ്റ് ട്രെയിനർ ആയിട്ടുള്ള ഗോകുൽ രാജ് സാറാണ്. ഓക്കെ, സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് മാനേജിങ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഗൂഗിൾ സർ, പ്ലീസ് വെൽക്കം സർ. Thank you very much. Okay, thank you sir. ബാക്കി എല്ലാവരൊക്കെ ഒന്ന് മ്യൂട്ട് ആക്കിയത്. ഹലോ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, വ്യൂവബിൾ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഹലോ, അപ്പൊ നമുക്കൊന്ന് നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നതാണ്. ഡിസ്ട്രാക്ഷൻ എന്ന വേർഡിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധ പതറിപ്പോവാ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ പതറിപ്പോകുന്നതിനെയാണ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. റെഡി അല്ലേ? നമുക്കറിയാം, ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണേ. ആ ചോദ്യത്തിന് നിങ്ങൾ വോയിസിലാണെങ്കിൽ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് പറയണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റും. നമ്മുടെ എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ അല്ലേ? ഫോൺ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ അല്ലേ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം മൊത്തമായിട്ട്, അതായത് നോർമൽ ഡേയിൽ, അതായത് ഡേ ടൈമിൽ ഒരു ദിവസത്തിൽ ഒരു 10-12 മണിക്കൂർ ഫോൺ തീരെ യൂസ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു യെസ് ഓ നോ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഒരു മെസ്സേജ്. ഇഫ് യു ആർ സേയിങ് യെസ് ഓർ ഓക്കെ, പറ്റുന്നുണ്ടോ? നോ സർ. യെസ്, റെഡി അല്ലേ? നമുക്ക് പോട്ടെ, 10 മണിക്കൂർ വേണ്ട, അല്ലെങ്കിൽ 12 മണിക്കൂർ വേണ്ട, ഒരു 6 മണിക്കൂർ നമുക്ക് ഫോൺ ഉപയോഗിക്കാണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉറങ്ങുമ്പോ ഉപയോഗിക്കണില്ല. ഉറങ്ങുമ്പോ വേണ്ട. ഓക്കെ, ഫൈൻ. ശരിയാണല്ലേ? നമ്മൾ അത്രത്തോളം ഫോണിനോടും ഡിജിറ്റൽ മീഡിയനോടും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ശരിയല്ലേ? നമുക്കറിയാം, നമുക്ക് 78 അവയവങ്ങളാണ് ടോട്ടൽ ഉള്ളത്. നമ്മുടെ 79ാമത്തെ അവയവമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണും അതിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ മീഡിയാസും, ഡിജിറ്റൽ ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ, ഡിജിറ്റൽ മീഡിയാസ് നമ്മൾ അത്രയും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത്രയും അതിനോട് അഡിക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ നമ്മളെ എത്രത്തോളം ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശമാണ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഡിസ്ട്രാക്ഷൻ. ആ ഡിസ്ട്രാക്ഷനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. റെഡിയല്ലേ? ഫോർ എൻ എക്സാമ്പിൾ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, ഒരു ബുക്ക് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഫോണിൽ നിന്നൊരു ബീപ്പ് സൗണ്ട് വന്നു. ബീപ്പ് ഒരു മെസ്സേജ് സൗണ്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകും? എന്താണ് മെസ്സേജ് എന്ന് അറിയാൻ വേണ്ടി അതിലേക്ക് പോകും. ശരിയല്ലേ? ഈവൻ ദോ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നിരുന്നാലും നമ്മൾ എന്താണ് വന്നത് എന്നറിയാൻ പോകും. ശരി, ചിലപ്പോൾ ഒരു സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. ചിലപ്പം എന്തെങ്കിലും ഒരു മഴ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മാത്രമേ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? പക്ഷേ നമ്മൾ അതിൽ എത്തിപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താ? പിന്നെ നമ്മൾ ഒന്ന് വാട്സപ്പ് പോയിട്ട് ഒരു വണക്കം വെച്ച്, ടെലഗ്രാമിൽ പോയിട്ട് ഒരു സലാം പറഞ്ഞ്,
ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ നമ്മുടെ വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നും വിട്ടുപോയിട്ട് നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, അത്രയ്ക്ക് ഫോക്കസ്ഡ് ആവണ്ട എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. എന്നിട്ട് അവിടുത്തെ നമ്മുടെ ആ ഒരു സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യത്തിലേക്ക് എത്തുന്നുള്ളൂ. നമ്മൾ അത്രയും ടൈം നമ്മൾ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധ പതറുന്നതിനെയാണ് ഡിജിറ്റൽ മേഖലയിലൂടെ, അല്ലെങ്കിൽ ഡിജിറ്റലിന്റെ സാന്നിധ്യം മൂലം, ഫോണ്, മറ്റ് സോഷ്യൽ മീഡിയാസ്, ഇതിന്റെ സാന്നിധ്യം മൂലം നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തു പോകുന്നതിനെയാണ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു ആവശ്യമില്ല നമുക്കറിയാം. ജസ്റ്റ് ഫോർ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി പോയ നമ്മൾ എന്തുകൊണ്ട് അവിടെ ലോക്കായി പോയി, എന്തുകൊണ്ട് നമ്മളുടെ ടൈം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നോക്കാം. നമുക്കറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിനെ സ്വതവേ ഹാപ്പിനെസ് ഹോർമോൺ എന്നാണ് പറയാം. എന്താണ് ഹാപ്പിനെസ് ഹോർമോൺ? നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ, ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയസിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് അവിടെ ഒരു ഫീലിംഗ് ഗുഡ്, നമ്മളൊരു ഹാപ്പിനെസ് തോന്നും, നമുക്കൊരു കൗതുകം തോന്നും, നമ്മൾ എവിടെ എന്തൊക്കെയൊക്കെയോ ഒരു സന്തോഷങ്ങൾ നമ്മളിലേക്ക് വരുന്നതായി തോന്നും. എപ്പോ? ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നത് വഴി. സോ നമ്മുടെ എല്ലാവരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവരാണ്, ആ ഹാപ്പിനെസ്സിലൂടെ കൂടി ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലെ ഓരോ കാര്യങ്ങളും കാണുന്നത് വഴി നമ്മളിൽ അറിയാതെ ഡോപ്പമിൻ ഇങ്ങനെ മുളപൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നതിന് പ്രധാന കാരണം. പിന്നെ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഈവൻ ചെറിയൊരു കാര്യം വരെ നമ്മളിൽ ഒരു കൗതുകം ഉണർത്തും, ഒരു നോവൽറ്റി ഉണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഫോക്കസ്ഡ് ആണ്. ആക്ച്വലി നമ്മൾ അവിടെ ഫോക്കസ്ഡ് അല്ല, നമ്മൾ ആ കൗതുകകരമായ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഡോപ്പമിനെ തേടി പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അതിൽ നിന്ന് നമുക്ക് മറ്റ് ഫോക്കസിങ് ഒന്നും നടക്കുന്നില്ല. നമ്മൾക്ക് ചിലപ്പോൾ തോന്നും, തേർഡ് പോയിന്റ് അതാണ് പറഞ്ഞിരിക്കുന്നത്, മൾട്ടി ടാസ്കിങ് നമ്മളിൽ സംഭവിക്കുന്നുണ്ടല്ലോ, നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ഏബിൾ ആണല്ലോ. ശരിയാണ്, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പയ്യെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആവുന്നുണ്ട്, വാട്സാപ്പിൽ ആക്റ്റീവ് ആവുന്നുണ്ട്, ഒക്കെ നടന്നു പോകുന്നുണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ആക്ച്വലി അവിടെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ റാപ്പിഡ് സ്വിച്ചിങ് ആണ്. നമുക്ക് വേണ്ട കാര്യത്തിൽ നിന്നും നമ്മൾക്ക് അത്ര അത്യാവശ്യമല്ല കാര്യത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെന്റൽ ഫാറ്റിക്, അതായത് നമ്മുടെ ബ്രെയിന് മെല്ലെ ഫെഡപ്പ് ആവുകയാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയത്തിന്റെ ഭൂരിഭാഗവും ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നു. റെഡിയല്ലേ? നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് നമ്മൾ എന്താവണം? ഒന്ന് ഫ്രീ ആവണം. അതിനുള്ള കുറച്ച് ടിപ്പുകളാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഫിക്സസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. റെഡിയല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പ്രയോറിറ്റൈസ്ഡ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആ സമയം നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ അതല്ല അത്യാവശ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വരാൻ സാധ്യതയില്ല, അതായത് ഈവൻ ഫ്രം എ മെസ്സേജ് ഫ്രം ഇൻസ്റ്റാഗ്രാം, ഫ്രം എ മെസ്സേജ് ഫ്രം വാട്സപ്പ്, ഇത് മ്യൂട്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മുടെ കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം.
നമ്മൾ നമ്മുടെ അൺനെസസറി ആപ്പിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക ഫോർ എ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു പോമഡോറോ ടെക്നിക് എന്നാണ് പറയുന്നത്. പോമഡോറോ ടെക്നിക് ഒരു പക്ഷെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ഇറ്റാലിയൻ ടെക്നിക് ആണല്ലേ. നമ്മുടെ ചെറിയ കുട്ടികളിൽ വരെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്. പലരും നമ്മൾ കേട്ടിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വിചാരിച്ചാലും നമുക്ക് നടക്കൂല. ഇന്ന് തൊട്ട് ഞാൻ സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി, അത് നടക്കൂല. അത് പയ്യെ 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 കുറച്ച് വരാനാണല്ലേ സാധിക്കുക. അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ പയ്യെ പയ്യെ കൂട്ടി വരാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്. ഒരു ഇറ്റാലിയൻ ടെക്നിക്കാണ്. അതിന്റെ ടാഗ് ലൈൻ തന്നെ ഇങ്ങനെയാണ്: ഫോക്കസ്, വർക്ക്, ബ്രേക്ക് ആൻഡ് റിപ്പീറ്റ്. ഫോക്കസ്, വർക്ക്, ബ്രേക്ക് ആൻഡ് റിപ്പീറ്റ് ദിസ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ കുറച്ചു വരാനുള്ള ഒരു നല്ലൊരു വഴിയാണിത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങാണ്, നമ്മളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോണ്, നമുക്ക് അത്യാവശ്യമില്ലാത്ത നമ്മുടെ ഫോണുകളുടെ ഉപയോഗം മാറ്റിവെക്കുക. ശരിയാണ്, നമുക്ക് തന്നെ അറിയാം, നമുക്ക് 1 മണിക്കൂർ പോലും തുടർച്ചയായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 25 മിനിറ്റ് തുടർച്ചയായി നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. 25 മിനിറ്റ് തുടർച്ചയായിട്ട് അത് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ആവുക, റിലാക്സ്ഡ് ആവുക. ഈ റിലാക്സ്ഡ് ആവുന്ന സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന മെസ്സേജുകളോ, നിങ്ങൾ എവിടെയാണോ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയി സ്ക്രോൾ ചെയ്യുക. 5 മിനിറ്റ് നമ്മളൊരു ഫോണിലോ നമ്മൾ എന്താ പറയുക, ഒരു ടൈമർ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. 25 മിനിറ്റ്സ് സൂചിപ്പിക്കുന്ന ഒരു ടൈമർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫോൺ വേണ്ട കേട്ടോ, പകരം വേറെ എന്തെങ്കിലും ഒരു ടൈമർ ഉണ്ടാക്കുക. ആ ടൈമർ ശരിയാക്കാൻ പിന്നെ പോകുന്നു നമ്മുടെ ഫോണിലേക്ക്. പകരം നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യുക. ഒരു 25 മിനിറ്റ് നേരത്തേക്ക് ടൈമർ സെറ്റ് ചെയ്യാം. എന്നിട്ട് 25 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞാൽ എന്താ, ടൈമർ അതിന് നമ്മളുള്ള ഒരു അലാം അടിയല്ലോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഇതുപോലത്തെ ആക്ടിവിറ്റി, നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന മീഡിയാസിലേക്ക് പോവാം. 5 മിനിറ്റ് മാത്രം. ഈ 5 മിനിറ്റിന് ശേഷം വീണ്ടും 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. ആ 25 മിനിറ്റ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. 25 മിനിറ്റ് കഴിയുന്നു, ടൈമർ ഓഫ് ആവുന്നു, വീണ്ടും 5 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ അറിയാതെ 1 മണിക്കൂറിൽ 50 മിനിറ്റ് നമുക്ക് എഫക്റ്റീവായി മാറാൻ സാധിക്കും. 50 മിനിറ്റ് നമുക്ക് എഫക്റ്റീവ് ആവാൻ മാറും. ഇത് കണ്ടിന്യൂ ചെയ്യുക, തുടർന്നും ചെയ്യുക. 4 സൈക്കിൾ ചെയ്യുക. 4 സൈക്കിൾ ചെയ്തതിന് ശേഷം ഒരു ലോങ് ഗ്യാപ്പ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 15 മുതൽ 30 വരെയുള്ള ഒരു ലോങ് ഗ്യാപ്പ് എടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് റിലാക്സ്ഡ് ആക്കാനും നമ്മളെ സാധിക്കും. അപ്പൊ 2 മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 50 × 50 120 മിനിറ്റിൽ 100ഓളം മിനിറ്റ് നമ്മൾ ക്രിയേറ്റീവ് ആവുന്നു, പോസിറ്റീവ് എനർജി ഉള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് മെത്തേഡ്, പോമഡോറോ മെത്തേഡ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇപ്പോ ഫോൺ ഒരു വിഭവമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഒരു ഇടത്തെ കൈ കൊണ്ട് ഫോൺ സ്ക്രോൾ ചെയ്യുന്നു, വലത്തെ കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതവേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ അറിഞ്ഞു കഴിക്കുക എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഇപ്പൊ അറിയാനൊന്നും സാധിക്കാറില്ല. കാരണം നമ്മൾ അപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയാസിലെ ട്രെൻഡിങ് ആണ്. കാരണം നമ്മുടെ ഒരു ഇടത്തെ കയ്യിലാണെങ്കിൽ അതിലെ ഒരു വിഭവമായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഫോൺ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാ, ബെഡിലേക്ക് പോവാ. ഈ സമയങ്ങളിൽ അത്രയും നമ്മൾ മനസ്സുകൊണ്ട് ഫോൺ മാറ്റി വെക്കുക. എന്നിട്ട് നല്ല തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക. നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. ഈവൻ ഭക്ഷണത്തിന്റെ ടൈമിൽ ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കുക. ഈവൻ ഗോയിങ് ടു ദ ബെഡ്, ബെഡിലേക്ക് പോകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നല്ല തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കിടക്കാനൊക്കെ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ വളരെയധികം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കഴിവ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണല്ലോ?
എന്ന് വിചാരിക്കുന്നേ. ഇനി നമുക്കറിയാം, നമ്മൾ ഡെയിലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രോളിംഗ് ആണ്. നമ്മൾ അറിയാതെ, നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ക്രിയേറ്റീവ് എനർജി, നമ്മുടെ എഫക്റ്റീവ് ടൈം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത്രയും കാര്യത്തിനിടയിൽ എന്താണ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു തന്നു, അത് എങ്ങനെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു തന്നു, നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്നുള്ള മെത്തേഡും പറഞ്ഞു തന്നു. നമ്മുടെ ക്രിയേറ്റീവ് എനർജിയാണ് നമ്മുടെ സക്സസിന്റെ ഏകകം. റെഡിയല്ലേ? ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ യുവർ ഡിവൈസ് ഓർ ഇറ്റ് വിൽ കൺട്രോൾ യു. ശരിയല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പക്ഷേ ഈ ഡിവൈസുകളും ഗാഡ്ജറ്റുകളാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഡിവൈസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പ്രാപ്തരാകുക. ആ കപ്പാസിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ആ അറ്റൻഷൻ തന്നെയാണ് നമ്മുടെ സൂപ്പർ പവർ. ക്ലിയർ ആണല്ലോ? നമ്മളൊരു സൂപ്പർ പവർ ആയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആവും. അപ്പോൾ ഞാൻ ചെറിയൊരു സെക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? നമ്മുടെ ഓരോ സെക്കൻഡും നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും വിഷ് ചെയ്യുകയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എൻ്റെ ചെറിയൊരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗൂഗിൾ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവർക്കും നോർമലി അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു സെഷനായിരുന്നു. അതുപോലൊരു ടോപ്പിക്കാണ് കിട്ടിയിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച് ടീം മെമ്പേഴ്സിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാവോ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഡിസ്ട്രാക്ഷൻ അനുഭവിക്കാത്തവരായിട്ടില്ല. ഓൾമോസ്റ്റ് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഈ സാർ തന്നത്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ, താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കേൾക്കാവോ? ഓക്കെ, കേൾക്കാം. നല്ല നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത് അടുത്ത ആളുകൾക്കൊക്കെ അഡ്വൈസ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ നമ്മളിൽ അത് ആക്ടിവേറ്റ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഞാനൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടിരുന്നു. അതിൽ ഒരാൾ പറഞ്ഞു, ഇപ്പൊ കുറെ പേര് റിസ്റ്റ് വാച്ച് കിട്ടാറില്ല. അപ്പം നമ്മൾ ടൈം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എടുത്തു, പക്ഷെ ഒരു 30 മിനിറ്റ്സ് എങ്ങനെ പോയും തന്നെ അറിഞ്ഞില്ല എന്നുള്ളത്. അപ്പം വി ആർ ഓൾ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ എന്നുള്ളത് സത്യമാണ്. പക്ഷെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം. സാർ പറഞ്ഞ ഇതൊക്കെ ട്രഡീഷണൽ വേ ഓഫ് സ്റ്റോപ്പിംഗ് ഡിസ്ട്രാക്ഷൻ ആണ്. പക്ഷെ എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് അവനവന്റെ കൺട്രോളിലാണുള്ളത്. താങ്ക് യു സർ. അതെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. തീർച്ചയായിട്ടും ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ള നല്ലൊരു ടോപ്പിക്ക്. അതിൻ്റെ ടിപ്സ് ആണെങ്കിൽ പോലും കൂടെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാൻ വേണ്ടി സാറിൻ്റെ ക്ലാസ് സഹായിച്ചു. മെയിനായിട്ടുള്ള 3 പോയിന്റ്സ് നമ്മൾ സൈലൻസ് ദ ഡിസ്ട്രാക്ഷൻസ്, ദെൻ പൊമഡോറോ മെത്തേഡ് ഉപയോഗിക്കുക, സെറ്റ് ഫോൺ ഫ്രീ സോൺ. അതൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഗതികളാണ്. ഇതിനി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കിയാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ശ്രമിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല എന്നുള്ളത് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ലൊരു PPT നല്ല രീതിയിൽ സാർ പ്രസന്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഷില മാം. ഹലോ ഹലോ, ഹലോ, കേൾക്കാൻ പറ്റില്ലേ?
ഓക്കെ, കേൾക്കാം. സാർ, എന്തായാലും ഇന്നത്തെ ഒരു വിഷയം അത്രയ്ക്ക് കാലിക പ്രസക്തമാണ്. കാരണം ഞാനും അതുപോലെ തന്നെ നമ്മുടെ ലോകവും ജീവിക്കുന്ന തന്നെ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് കൈകാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ, നമ്മുടെ സമയത്ത് നമുക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണ് ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു അവസ്ഥ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, പുറത്താണെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അത് അത്ര ഒരു വിഷയം വരുന്നില്ല. പക്ഷെ ഇതിനെ എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് സാറിന്റെ ഒരു ക്ലാസ് വന്നിട്ടുള്ളത്. പലവട്ടം ശ്രമിച്ചു നോക്കിയിരുന്നു സാറെ, പക്ഷേങ്കിൽ ഇതൊരു ഓവർകം ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വീട്ടിൽ കിട്ടുന്ന സമയത്താണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ടൈം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റാമെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തയത്തിനുള്ളതാണ്. അപ്പൊ അതിന് സാർ പറഞ്ഞ ടെക്നിക്കലും നല്ല തന്നെ ഇത് കുറച്ച് മുന്നേ ഉപയോഗിച്ച് നോക്കിയതാണ്. പക്ഷെ അത് പ്രാവർത്തികമായിട്ട് വിജയകരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെ പറ്റിയാണ് ടിപ്സ് സാറിന്റെ കയ്യിൽ ഉണ്ടോ, കൂടുതലൊന്നും ടിപ്സ് ഉണ്ടോ എന്നാണ് എൻ്റെ ചെറിയൊരു ചോദ്യം. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇപ്പോ നമ്മൾ ചെറിയ ബിഗിനിങ് മുതൽ നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പലപ്പോഴും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തുടങ്ങുക. നിങ്ങളിലാണ് നിങ്ങളുടെ എല്ലാം ഉള്ളത്. നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് മാത്രമാണ്. വേറെ ഒന്നിനും ആക്ച്വലി നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സപ്പോർട്ട് മാത്രമേ തരാൻ പറ്റുന്നുള്ളൂ. 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നോ അവിടെ നമ്മുടെ സക്സസ് ആണ്. ഇതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് പറയാം. പക്ഷെ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് വേറെ കുറെ കാര്യങ്ങൾ ഒരുപക്ഷെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് സക്സസ് കിട്ടുന്ന എന്തോ അതിൽ എൻഗേജ്ഡ് ആക്കുക. എന്തിലൂടെയാണ് നമുക്ക് ഈ നമുക്ക് സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്ട്രാക്ഷൻ അല്ല കേട്ടോ. നമുക്ക് നമ്മളിൽ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒഴിവാക്കിയേക്കാം, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടായിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒഴിവാക്കിയേക്കാം. അങ്ങനെയൊക്കെ ഒഴിവാക്കി വെക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ഇത് കുറഞ്ഞു വരും. പിന്നെ വേറെ കുറെ സൈക്കോളജിക്കൽ ടൂൾസ് ആണ്. അതിപ്പോ പെട്ടെന്നൊന്നും അങ്ങനെ ആവുന്നതല്ല. ഇത്രയാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സനീഷ് സർ, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആരാണ് പറയുന്നത്? താങ്ക് യു സാർ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെഷനായിരുന്നു സാറേ. ഇത് ഒരു കാര്യമുണ്ട് ഇതിൽ, ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് മാറ്റാൻ ശ്രമിച്ചാലും ശ്രമിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് പോണത്. നമ്പർ 1. നമ്പർ 2, നമുക്കറിയാം ഇത് തെറ്റാണെന്ന്. തെറ്റിൽ നിന്ന് മാറാൻ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ഈ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള്, കൊച്ചുമക്കളായിട്ട് അവര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ കൊടുക്കും. പഠിക്കാൻ പോയി ഇരുന്ന് കഴിഞ്ഞാല് പഠിത്തം കഴിഞ്ഞ ഉടനെ എനിക്ക് മൊബൈൽ കാണണം എന്നുള്ള കണ്ടീഷനിലാണ് പഠിക്കാനിരിക്കുന്നത്. വി ആർ എൻകറേജിങ് ദം. നമ്മൾ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണം. അതേസമയം നമ്മൾ ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയും ചെയ്യണം. മാറാൻ പറ്റണമില്ല. ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് അത്, ഒരു വിഷയസ് സർക്കിൾ. എനിവേ, താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാം ഇതിൽ നിന്ന് മാറാനായിട്ട്. ഞാൻ സൺഡേ ഒരു ദിവസം മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അറിയാണ്ട് അങ്ങോട്ട് പോകും വൈകി. താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെക്ഷനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പം ഇതിന് പരിഹാരമായിട്ട് സാർ പറഞ്ഞൊരു ഫോൺ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. ഒന്നര വാട്സപ്പ്, അതേപോലെ ഗൂഗിൾ പേ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ കഴിയില്ല. ഫോൺ തൊടാതിരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ റിമൂവ് ചെയ്യുക. അത് ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒക്കെ. അതേപോലെ തന്നെ നമുക്ക് ഒരു യാത്ര ചെയ്യുമ്പോഴൊക്കെ, ഒരാളെ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ ബാഗൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ, വാഹനത്തിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു ചെറിയ കൊച്ചു പുസ്തകമൊക്കെ കൈ വെക്കുക. സെൽഫ് ഇമ്പ്രൂവ്മെന്റ് പുസ്തകങ്ങൾ അതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നും. ചില ആളുകളൊക്കെ വായിക്കുന്ന ഈ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അവരൊക്കെ തോട്ട് പ്രസംഗിക്കുക നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നും ചിന്തിക്കും, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ.
അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാത്തവർക്ക് എന്താക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളോടൊന്നും സംസാരിക്കാൻ താല്പര്യം. ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഫോണിലായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ചോദിച്ച് മൂന്നാമത് ചോദിക്കുമ്പോൾ അവരെ മൈൻഡ് മാറും, അവർക്കൊരു ദേഷ്യം പോലെ തോന്നും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, നമ്മൾ തൊട്ടടുത്തുള്ള ആളോട് സംസാരിക്കുന്ന കേൾക്കാൻ അയാൾക്ക് തയ്യാറല്ല. അപ്പോൾ നമ്മൾ അതെ ഒരു അതെ അതെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വായിക്കാം, ഒരുപാട് പഠിക്കാം എന്നുള്ളതാണ്. പിന്നെ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ നിമിഷത്തിൽ ആസ്വദിക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാടൊക്കെ എന്നാലും ഒരു പരിധി വരെ മാറ്റി വെക്കാൻ സാധിക്കും. ഒരു പരിധി വരെ മാറ്റി വെച്ചാൽ നമുക്ക് സക്സസ് ആവാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ കാരണം അതെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ അതേപോലെ ഒരു 9 മണിക്കൊക്കെ ഫോൺ ഒഴിവാക്കുക. ഇന്ന ഇതിൽ ഗ്രൂപ്പുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഒരു സമയം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ കിട്ടില്ല. കാരണം ഫോൺ ഞാൻ വേറെ റൂമിൽ ചാർജിലിട്ടിട്ട് ഞാൻ വേറെ റൂമിലാണ് കിടക്കുക. പിന്നെ അത്യാവശ്യം നമ്മളെ കിട്ടേണ്ട ആളുകൾക്ക് ഇവിടെ ഫാമിലിയിലെ ഏതെങ്കിലും മരണ വാർത്തക്കാരെങ്കിൽ ഫാമിലി ഇവിടെ വേറെ ഫോൺ ഉണ്ടല്ലോ, അതിലേക്ക് വിളിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ അറ്റോമിക് ഹാബിറ്റ് ഒക്കെ വായിച്ചാൽ നമ്മളെ തൊട്ടടുത്ത് എപ്പോഴും ഉണ്ടോ ഈ സാധനം, നമ്മൾ അതെ എടുത്തു അതെ നോക്കും. അതെ 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 ഒരു റൂമിൽ നിന്ന് ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ആ ബുക്കിന്റെ അടുത്ത് ഞാൻ വെക്കാറില്ല. കാരണം നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പല്ല എന്തെങ്കിലും ഒരു കോൾ വന്നാൽ പിന്നെ അതിലേക്കായി പോകും. അതെ അപ്പോൾ കഴിയുന്നതും നമ്മൾ കയ്യിന്റെ അടുത്തുനിന്ന് മാറ്റി വെക്കാന്നുള്ള യാത്രയിൽ മാത്രം അത് പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ എനിവേ താങ്ക് യു. അല്ലെങ്കിൽ 2 ഫോണൊക്കെ വേണം, ഒന്ന് കൊച്ചു ഫോണ് വലിയ ഫോൺ, അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര പ്രാക്ടിക്കൽ അല്ല. അതാകുമ്പോൾ അതിൽ സോഷ്യൽ മീഡിയ കിട്ടൂല, അതിന് കോളിങ് ഇത് അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പറയാം. പക്ഷെ അന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ റിസ്ക് ആണ്. എന്തായാലും വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. സർ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി തോന്നി. ആണോ? പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫോണിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്, ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആപ്പുകൾക്ക് ടൈമർ സെറ്റ് ചെയ്യാം. നമ്മുടെ ഫോണിൽ എന്തെല്ലാം ആപ്പ് ഉണ്ടോ അതിനൊക്കെ ടൈമർ സെറ്റ് ചെയ്യാം. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. അത് നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും അല്ലേ. നമ്മള് കുറച്ച് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മതിയെന്ന് തോന്നി. ഇതുപോലൊരു ക്ലാസ് മുന്നേ കേട്ടിരുന്നു, അപ്പോൾ അന്ന് പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, അപ്പൊ അന്ന് ചെയ്തതാണ്. ഒന്നുകൂടി ആ പേരൊന്ന് പറയാമോ? ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സിന്ധു, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. എൻ്റെ അംഗൻവാടിയിൽ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ കുറെ ആൾക്കാർ ഇത് പറയണ്ടായി. കാരണം എന്താ പറയാ, മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കുക, ഏത് സമയത്തും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. ആ കുട്ടിയുടെ കണ്ണിനാകെ പ്രശ്നം വന്നു. ഇപ്പോ കുട്ടി ഗ്ലാസ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, മക്കളോട് പറഞ്ഞു, ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ, മൊബൈൽ ഫോൺ അധികം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ എന്ത് ചെയ്ത് ടിവിയിലേക്ക് കണക്ട് ചെയ്തിട്ട്, കാർട്ടൂൺ കാണുക പറഞ്ഞാൽ മക്കളുടെ ഒരു വീക്ക്നെസ് ആണ്, കണക്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കും. അല്ലാതെ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മൊബൈൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്യണത് ഇഷ്ടമല്ല. ഞാന് അംഗൻവാടിയിൽ ടൈമിങ് നമ്മളെ ജോലി സമയത്ത് ഉപയോഗിക്കാന്നല്ലാതെ അങ്ങനെ നേരം പോക്കിനായിട്ട് വീഡിയോസുകൾ കാണുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം നമുക്ക് ഒരുപാട് വർക്കുകൾ വേറെ തന്നെ ഉണ്ട് ചെയ്യാൻ. ഭാര്യ വർക്ക് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആണ്. ഒരു കോള് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാന്നല്ലാതെ നമ്മൾ പോയിട്ട് ഫോണ് അല്ലാതെ ഉപയോഗിക്കാറില്ല. ഈ ഒരു സമയത്ത് സാറിന്റെ ഈ ഒരു ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിനെ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫ്രീ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതിനെ തേടിപ്പോവും. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആർക്കാണ് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ? ഇപ്പോൾ നിങ്ങളുടെ ഈ ഫോൺ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും
സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഫോൺ അഡിക്ഷനെ കുറിച്ച്. മാജിക് മോർണിംഗ്. ഓക്കെ. ഹലോ. പ്രീത മാം പറഞ്ഞു. സാറ് വളരെ നല്ലൊരു ക്ലാസ്. സാറ് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ജെസി പറഞ്ഞ പോലെ ഒന്ന് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. കുറച്ചായി പോയി. കുറച്ചുപോയി അല്ലേ? ഓക്കെ ഓക്കെ. ഇതില് ഞാൻ എന്താ പറയുക, ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട്, അതായത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഒരു ടൈമിങ്ങിനെ പറ്റി ചെറിയൊരു സംശയം ഉണ്ടായിരുന്നേ. ഇനി ഒരു അടുത്തൊരു അവസരം വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഉഷാറാക്കാം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു ക്ലാസ് ആണ്. ജസ്റ്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുന്നുണ്ടായിരുന്നു. മോൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലാണ് ഈ കാര്യങ്ങൾ കണ്ടത്. സംഭവം ഫോണോ, എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ നോക്കിയപ്പോ ചെറിയ കുട്ടികളടക്കം വലിയ ആളുകൾ വരെ പരസ്പരം അടുത്തിരിക്കുന്ന ഒരാളെ പോലും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഫോണിൽ. ശരിക്കും നമ്മള് യൂട്യൂബിലൊക്കെ ഉണ്ട്, ശരിക്കും ആ ഒരു വീഡിയോസ് തന്നെ എടുത്തിട്ടുണ്ട് ചില ആളുകൾ. അത് കറക്റ്റ് ആയിട്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് കാണാം എല്ലാവരുടെ കയ്യിൽ ഫോണാണ്. എവിടെ എത്തി, ട്രെയിൻ എവിടെ എത്തി, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്ക്, ഒന്നുമില്ല. ശരിക്കും സൈഡിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഫോണില്. അപ്പൊ ശരിക്കും എന്താ പറഞ്ഞു, നമ്മുടെ പഴയ ഒരു എല്ലാവിധ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എല്ലാവരും ഒതുങ്ങി കൂടുന്നതായിട്ടാണ് ശരിക്കും ഇപ്പൊ മനസ്സിലാവുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു ടൈമില്ല. കാര്യങ്ങൾ ഒരു സ്നേഹത്തോടു കൂടി സംസാരിക്കാം. വീട്ടിലായാലും അത് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ ആർക്കും സമയമില്ല. ഒരു ഓണോ വിഷയോ ഒക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങളാകുമ്പോൾ നമുക്ക് വീടുകളിൽ ഒരുപാട് സന്തോഷമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ സൈലന്റ് ആണ്, എല്ലാ ഭാഗത്തും സൈലന്റ് ആയിരുന്നു. നമ്മുടെ ഫോണിലായിരിക്കും, എല്ലാവരും ഫോണിലായിരിക്കും. ചെറിയ കുട്ടികളടക്കം പല പരിപാടികളും കാണാനുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും കാണില്ല. വളരെ നല്ലൊരു ക്ലാസ് സാറ്. എന്തായാലും ഇതിനെ കുറിച്ച് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അത്രയും നിയമപരമായിട്ട് തന്നെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദെൻ വേറെ ആരെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടായിരുന്നോ? ഓക്കെ, എനിവേ ഗൂഗിൾ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. ഇപ്പൊ എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും നീഡഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ സാറ് നമുക്കൊരു ഡിസിഷൻ വേണം, നമ്മൾ എങ്ങനെയൊക്കെ എപ്പൊക്കെ യൂസ് ചെയ്യണം എന്നില്ല. അല്ലാതെ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇപ്പൊ നമുക്ക് എത്ര കേട്ടാലും ഇത് ചെയ്യാൻ ഉണ്ടായിരിക്കും. പക്ഷെ ചെയ്യണം എന്ന് നമ്മൾ എടുക്കുന്നിടത്താണ് അതിന്റെ സക്സസ് ഉണ്ടായിരിക്കുക. അതെ അതെ അതെ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ തന്നെയാണ് നമ്മുടെ സക്സസിന്റെ ഏകകം. വേറൊരു സംശയമില്ല അതിൽ. സോ എല്ലാവർക്കും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ആ ഒരു പവർ നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും പറ്റട്ടെ. സോ ഇനിമേ ഈ ഒരു സെഷന് താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഇനിവേ വേറൊരു സെഷനും കൂടെ സാറും പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you all. Thank you, sir. Thank you all. Have a nice day. Thank you, sir. Thank you all.